ഗുജറാത്ത് മുംബൈ തമ്മിലുള്ള മത്സരത്തെ പറ്റിയിട്ടാണ് പറയാൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ. ഗുജറാത്തിന്റെ പല പോസിറ്റീവ് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. മുംബൈ ആണെങ്കിൽ ചലനശേഷി ഇല്ലാത്ത ഒരു ടീമിനെ പോലെ ശരിക്കും പറഞ്ഞാൽ തിലക് വർമ്മ പോകുന്നവരെ അത്യാവശ്യം കളിയിൽ ഇന്നായിരുന്നു. അതായത് 8-10 ഓവർ 10-11 ഓവർ വരെ 11-13 ഓവർ വരെ ഏകദേശം കളിയിൽ ഇന്നായിരുന്നു കേട്ടോ. തിലക് വർമ്മ അങ്ങോട്ട് പോയതിനു ശേഷം ഉണ്ടല്ലോ ഒരുമാതിരി ചലനശേഷി ഇല്ലാത്തൊരു ടീമിനെ പോലെ ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തിന് തന്നെ നാണക്കേടായിക്കാണ്. എടാ നിങ്ങളൊന്ന് പ്രതികരിക്കുക, ഒന്ന് അടിക്കടാ, എന്തിനൊന്ന് ചെയ്യുക. എന്നാലല്ലേ ഇപ്പൊ ബോൾ എറിയുന്നവൻ ഇവര് ചുമ്മാ നിന്ന് കഴിഞ്ഞിട്ട് ഒരു ബോള് ബീറ്റണായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോളർക്ക് ഒരു ഫീൽ ഉണ്ടാകത്തില്ല. അതേസമയം അടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ബോളർ അതുപോലെ എന്താ പറയാ നല്ലൊരു ബോൾ ചെയ്തിട്ട് ബീറ്റണാന്ന് പറയുമ്പോഴത്തേനും അവിടെ ഒരു ഫൈറ്റ് ഉണ്ട്. ഇത് ഗുമാരെ ഇട്ട് കൊടുത്തിട്ട് തല്ലൊന്നുമില്ല. 5 ഓവറിൽ 79 റൺസ് വേണമെന്നുള്ള നിലയിൽ തുടങ്ങിയിട്ടും ഈ പറയുന്ന പോലെ സിംഗിൾസോട് സിംഗിൾസാ. ഇവര് എന്തിനു വേണ്ടിയാണ് കളിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എന്ത് കളിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ, ഒന്നും പറയാനില്ല. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കണ്ട IPL-ല്ലാത്ത ഇതേപോലെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു കളി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ ചലനശേഷിയും പ്രതികരണശേഷിയും ഇല്ലാത്തൊരു ടീമിന്റെ മത്സരം, പ്രത്യേകിച്ച് ഒരു ചേസിങ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രയും മോശമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തുനിന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളുടെ ഈ ഒരു ദിവസം കൊണ്ട് കളഞ്ഞു. നല്ലൊരു മത്സരം കാണാന്ന് പറഞ്ഞിരുന്നു, നമ്മളുടെയൊക്കെ ദിവസം കൊണ്ട് കളഞ്ഞു ഈ മുംബൈ ഇന്ത്യൻസ്. ശരിക്കും പറഞ്ഞവരെ മുംബൈ ഇന്ത്യൻസ് എന്ന് വിളിക്കാനേ തോന്നുന്നില്ല. മുംബൈ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു പാരമ്പര്യം ഉണ്ട്, അവർക്ക് 5 കപ്പ് നേടിയിട്ടുള്ള ആ ടീമാണ് ഇതെന്ന് പറയാനേ പറ്റുന്നില്ല. അത്രയും മോശമായിട്ട് നിങ്ങൾ മുംബൈ ഫാൻസ് ഉണ്ടെങ്കിൽ, ഞാനൊരു മുംബൈ ഫാൻസ് ആണേ, മുംബൈ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. ദേഷ്യം തോന്നണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് ദേഷ്യം തോന്നിക്കോ, ടീമിന്റെ അടുത്ത് ദേഷ്യം തോന്നിക്കോ. അത്രയും മോശമായിട്ടുള്ള ഒരു കളി തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് കളിച്ചിട്ടുള്ളൂ. ജയിക്കാനായിട്ട് ശരി അറ്റാക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അടിക്കുമ്പോഴൊക്കെയും ബോൾ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഔട്ടാകാൻ ക്യാച്ചൊക്കെ പോവാം. പക്ഷെ അടിക്കാനുള്ള ശ്രമം നടത്തണ്ടേ, ഒരു ശ്രമം നടത്തണ്ടേ, അതുപോലും ഇല്ലാത്തൊരു മത്സരമായിരുന്നു ശരിക്കും പറഞ്ഞ മുംബൈയുടേത്. പ്രത്യേകിച്ചൊന്നും പറയാനല്ലോ കേട്ടോ. ഗുജറാത്തിന് 2 പോയിന്റ് കിട്ടിയെന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ. ഗുജറാത്തിന്റെ പല കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ചലനശേഷി ഇല്ലാത്തൊരു ടീമിന്റെ അടുത്ത് വന്നിട്ട് ഇവരെ നമ്മൾ എങ്ങനെയാണ് പൊക്കി പറയുന്നത്? അപ്പൊ അതുകൊണ്ട് മാത്രം പറയുന്നില്ല. എന്തായാലും ഈ മത്സരത്തിന്റെ ഇതുപോലൊരു ഫണ്ണി വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയി കാണാം. അതിന്റെ ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തൊരു റിവ്യൂ ആണ്, കാരണം അത്രയും നല്ല കളിയായിരുന്നല്ലോ മുംബൈ ഇന്ത്യൻസ് കാഴ്ചവെച്ചത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.